Hello viewers, Assalamu alaikum. Welcome to our channel Nista Gallery. നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും നിസ്ത ഗാലറിയുടെ ഹൃദയം നിറഞ്ഞ റംസാൻ ആശംസകൾ. നിങ്ങൾ ഈ വർഷത്തെ നോമ്പ് തുറ നിസ്ത ഗാലറിയുടെ വെറൈറ്റി റെസിപ്പീസ് കൊണ്ട് തന്നെയാവാം അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഉന്നക്കായുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഉന്നക്കായ എന്ന് പറയുന്നത് മലബാർക്കാരുടെ സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. അപ്പോൾ ഉന്നക്കായ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത്. ഞാനിത് എൻ്റെ വീട്ടിൽ തയ്യാറാക്കുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കില്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു തരത്തിൽ പഴുത്തൊരു പഴമാണ് നമുക്ക് ഉന്നക്കായ്ക്ക് വേണ്ടത്. ഇടത്തരം പഴുപ്പ് മതി, കൂടുതൽ പഴുക്കാനും പാടില്ല, എന്നാലോ തീരെ പഴുപ്പ് കുറവും പാടില്ല. അങ്ങനെയാണ് ഉന്നക്കായുടെ പഴം എടുക്കേണ്ടത്. അപ്പോൾ മെയിൻലി ഉന്നക്കായ്ക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ പഴത്തിൻ്റെ കാര്യത്തിലാണ്. പിന്നെ ഇത് നമുക്ക് ഈ പഴം ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. കൂടുതൽ പഴുത്ത പഴമാണെങ്കിൽ കുക്കറിനേക്കാളും ഏറ്റവും ബെറ്റർ നമുക്ക് സ്റ്റീമറിൽ വേവിച്ചെടുക്കുന്നതാണ്. ഇതൊരു മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റ് പാകമായ ഒരു പഴുപ്പാണിത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ കുക്കറിൽ 2 വിസിലാണ് ഞാൻ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു കുക്കറിൽ പഴം ഇട്ടിട്ടുണ്ട്. അപ്പോൾ പഴം മുങ്ങാനുള്ള കണക്കിനായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊരു 2 വിസിൽ വരുന്നത് വരെ കുക്കറിൽ വേവിച്ചെടുക്കാം. ഇപ്പം എൻ്റെ പഴം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം, ജസ്റ്റ് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. നമുക്ക് ഈ പഴം കൂടുതൽ ചൂടാറുന്നതിന് മുന്നേ വേണം അരച്ചെടുക്കാൻ. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് നല്ല രീതിയിൽ അരച്ചെടുക്കാൻ പറ്റില്ല. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ചൂടാറിയാൽ ഒരു തരം കട്ട പിടിച്ച പോലെ ഇരിക്കും. ഞാനിവിടെ ചോപ്പറിലിട്ടിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. വെള്ളം ഒട്ടും തന്നെ ചേർക്കാൻ പാടില്ല. പിന്നെ നന്നായി അരച്ചെടുക്കണം, കട്ടയില്ലാതെ വേണം അരച്ചെടുക്കാൻ. എന്നാലാണ് ഇത് ഉരുട്ടി കഴിയുമ്പോൾ നമുക്ക് നല്ല ഷേപ്പ് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ പഴമൊക്കെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്, കട്ടയൊന്നും ഇല്ലാതെ. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗീ ഒന്ന് മെൽറ്റായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കാഷ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് അധികം കാഷ്യൂസ് തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ നമുക്കിത് ഫില്ലിങ്ങിൽ കുറച്ച് കാഷ്യൂസ് ഉണ്ടാകുമ്പോൾ അതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് കാഷ്യൂസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ നാട്ടിൽ ഈ ഫില്ലിങ്ങിന് പണ്ടെന്നാണ് പറയാം. അപ്പോൾ ഈ ഉന്നക്കായക്ക് നമ്മൾ 2 തരത്തിൽ പണ്ടുണ്ടാക്കും. ഒന്ന് തേങ്ങാപ്പണ്ടവും പിന്നെ ഒന്ന് മുട്ടപ്പണ്ടവും. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പണ്ടാണ് തയ്യാറാക്കുന്നത്. നമുക്കൊക്കെ തേങ്ങാപ്പണ്ടാണ് ഇതിന് ഇഷ്ടം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയെടുത്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് പഴം അധികം പഴുപ്പില്ലാത്തതാണല്ലോ, അപ്പോൾ ഈ പണ്ടത്തിൻ്റെ മധുരം കൂടി ഉണ്ടായാലാണ് നമ്മുടെ ഉന്നക്കായ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 4 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിൽ വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം ഇളക്കി മൂടി വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്നുകൂടെ ഇളക്കി വീണ്ടും മൂടി വെച്ചിട്ട് വേണം നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് അത് മൂടി ഇതൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് ഒന്നുകൂടി ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കാം. നന്നായി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് കുറച്ച് സമയം കൂടി ഇത് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇത് ആയി വരുമ്പോഴാണ് ഇതിൻ്റെ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് ടൈം കൂടി കുക്ക് ചെയ്തെടുക്കാം. വീണ്ടും അടച്ചു വെക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് ഒരല്പം ഏലക്കായ്പ്പൊടി ഇട്ടെടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ്പ്പൊടി ഇട്ടിട്ടുണ്ട്. ഏലക്കായുടെ നല്ല ഫ്ലേവറൊക്കെ വരും. അപ്പോൾ മസാല കൂടുതൽ ടേസ്റ്റി ആയിരിക്കും നമ്മുടെ പണ്ടം. നമുക്കിതൊന്നുകൂടി നല്ലപോലെ യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് കൂടി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. എൻ്റെ പണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായ പഴം ഇവിടെ ചെറിയ ബോൾസാക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരല്പം എണ്ണ കയ്യിൽ തടവിയിട്ട് ഈ ബോൾസ് ഒന്ന് ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു ബോളെടുത്ത് ഇതേപോലെ ഒന്ന് ഉരുട്ടിയിട്ട് ഞാനിവിടെ ഒരു വിരൽ വെച്ചിട്ട് ഒരു ഹോള് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, ജസ്റ്റ് പരത്തിയിട്ട് ഫിൽ ചെയ്താലും മതി. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം എന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാ സൈഡും ഒരേ സൈസിൽ തന്നെ വേണം നമുക്കിത് ഹോളാക്കിയെടുക്കാൻ. നമുക്കിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ച് നന്നായി പ്രസ് ചെയ്തിട്ട് കൊടുക്കണം. നന്നായി പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് വീണ്ടും അതിങ്ങനെ നീട്ടിയിട്ട് എടുക്കുകയാണ്. എന്നാൽ നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. കയ്യിൽ കുറച്ച് എണ്ണമഴ ഉണ്ടാകുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിലേക്കൂടെ ഉള്ളിൽ വെച്ച ഫില്ലിങ് പുറത്തേക്ക് വരും. അതുകൊണ്ട് കുറച്ച് നെയ്യ് കയ്യിൽ പുരട്ടിയതിന് ശേഷം ഇത് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള എല്ലാ ബോൾസും നമുക്ക് പരത്തി ഫില്ല് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് കയ്യിൽ വെച്ച് പരത്തിയിട്ട് എങ്ങനെ ഷേപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കി നമുക്കിത് പരത്തിയെടുക്കാം. എല്ലാ ഭാഗവും ഒരേ തടിയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ മാത്രം കട്ടി കൂടുതലായിട്ട് വേണം. അപ്പോൾ അത് ആ ഒരു ഏരിയ കടിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പഴമാണ് ഫീൽ ചെയ്യുക. അതുകൊണ്ടാണ് എല്ലാ ഭാഗവും ഒരേ സൈസിൽ പരത്തിയെടുക്കാൻ പറയുന്നത്. പിന്നെ നമുക്കിങ്ങനെ ഫില്ലിങ് വെച്ച് ഒരു സൈഡിൽ നിന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നന്നായി ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് നീട്ടിയെടുത്ത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള എല്ലാ ബോൾസും പരത്തി ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കാം നമുക്ക്. എൻ്റെ ഉന്നക്കായ എല്ലാം പരത്തി ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിത് ഫ്രൈ ചെയ്യേണ്ട ഡീപ്പ് ഫ്രൈ ആണ്. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാവണം. അപ്പോൾ കടായി നന്നായി ചൂടായിട്ടുണ്ട്. ഇതിൽ ഞാൻ
ഫ്രൈ ചെയ്യാനുള്ള ആവശ്യത്തിലുള്ള ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിതിൽ നമ്മുടെ ഉന്നക്കായ ഓരോന്നായി ഇട്ട് കൊടുക്കാം. നല്ലപോലെ എണ്ണയിൽ മുങ്ങി വേണം ഇത് പൊരിയാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു അളവിലാണ് ഉന്നക്കായ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം നമുക്ക് ഒന്ന് തട്ടിക്കൊടുത്തിട്ട് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉന്നക്കായൊക്കെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നോമ്പ് തുറന്ന ടൈമിലൊക്കെ നല്ലൊരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.